മലയാള ചലച്ചിത്ര മേഖല ഭാരതത്തിന് സംഭാവന ചെയ്ത അമൂല്യമായ ഒരു പ്രതിഭയാണ് മോഹൻലാൽ എന്ന ചലച്ചിത്ര നടൻ. മോഹൻലാൽ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ആരാധിക്കുന്ന അതിപ്രഗത്ഭനായ ഒരു ചലച്ചിത്ര നടനാണ്. 1960 മെയ് 21 പത്തനംതിട്ടയ്ക്കടുത്തുള്ള ഇലന്തൂർ എന്ന ഗ്രാമത്തിലാണ് മോഹൻലാൽ ജനിച്ചത്. വിശ്വനാഥൻ നായർ എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് ശാന്തകുമാരി എന്നായിരുന്നു. വളരെ സ്വച്ഛന്തമായൊരു ഗ്രാമപ്രദേശമാണ് ഇലന്തൂർ. എൻ്റെ സ്വദേശമായ കോന്നിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമം. ഇന്നും ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമം അതിൻ്റെ ആ ഗ്രാമീണ സൗന്ദര്യം നഷ്ടപ്പെടാതെ ഇന്നും അതുപോലെ തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് മോഹൻലാൽ ജനിച്ചതെങ്കിലും അദ്ദേഹം വളർന്നത് തിരുവനന്തപുരത്താണ്. സിനിമയോടുള്ള അമിതമായ ആസക്തി, അങ്ങനെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തോടൊപ്പം പ്രിയദർശൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും സിനിമ തലയ്ക്ക് പിടിച്ച ആളുകളായിരുന്നു. അങ്ങനെ ആദ്യത്തെ സിനിമ തിരനോട്ടം, അതിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഒരു സൈക്കിളിൽ നിന്ന് വീഴുന്ന രംഗവും അത്ര ഏതോ രംഗമാണ് അഭിനയിച്ചത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്തായാലും തിരനോട്ടം പുറത്തു വന്നില്ല. അതൊരു പക്ഷേ മോഹൻലാലിൻ്റെ ഭാഗ്യമാകാം, നിർഭാഗ്യമാകാം. കാരണം പുറത്തു വന്ന ആദ്യത്തെ ചലച്ചിത്രം 1980 ഇറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നാണ്. ഒറ്റ സിനിമ കൊണ്ട് മോഹൻലാൽ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ആ സിനിമയിൽ മോഹൻലാൽ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ ഗ്രാമത്തിനടുത്തുള്ള, കോന്നിക്കടുത്തുള്ള പത്തനംതിട്ടയിലെ ഒരു തിയേറ്ററിൽ പോയാണ് ഈ സിനിമ കണ്ടത്. ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന സ്ത്രീകളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അവരൊക്കെ ശപിച്ചുകൊണ്ടാണ്, മോഹൻലാൽ എന്ന നടനെ ശപിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത്ര ക്രൂരനായ ഒരു വില്ലനായിരുന്നു മോഹൻലാൽ ആ ചിത്രത്തിൽ. 1980 ജനങ്ങൾ ശപിച്ച ആ വില്ലൻ 1986 ആയപ്പോൾ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലെ നായകനായി സംസ്ഥാന അവാർഡ് നേടിയെടുത്തു. 6 വർഷമായി കഴിഞ്ഞപ്പോൾ വില്ലനായ മോഹൻലാൽ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നായകനായിട്ട് മാറി. പിന്നീട് ഒരു ജൈത്രയാത്രയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. 2001 രാജ്യം പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. 2019 അദ്ദേഹത്തെ പത്മഭൂഷൺ കൊടുത്ത് വീണ്ടും ആദരിച്ചു. 2009 ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്ത് മോഹൻലാലിനെ അംഗീകരിച്ചു. കാലടി സംസ്കൃത സർവകലാശാല PhD കൊടുത്ത് മോഹൻലാലിനെ ആദരിച്ചു. ആ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പ്രതിഭ ഇന്ന് ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവരുടെ മനസ്സിൽ അതുപോലെ തങ്ങി നിൽക്കുന്നതാണ്. 80 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അവസാനം മോഹൻലാലിൻ്റെ പുറത്തിറങ്ങിയ തുടരും, അതല്ലെങ്കിൽ എമ്പുരാൻ, ആ ചലച്ചിത്രം വരെയുള്ളൊരു കാലഘട്ടത്തിലെ മോഹൻലാലിനെ അതുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മലയാളത്തിലെ പ്രേക്ഷകർ. ഒരു ചലച്ചിത്ര ആസ്വാദകൻ ആയ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ചലച്ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് രാജാവിൻ്റെ മകനാണ്. രാജാവിൻ്റെ മകനിലെ മോഹൻലാലിൻ്റെ അഭിനയവുമായി താളവട്ടത്തിലെ കഥാപാത്രത്തിന് യാതൊരു ബന്ധവുമില്ല. താളവട്ടത്തിലെ കഥാപാത്രമാകട്ടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തനാകുകയാണ്. അതേ ആൾ തന്നെ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ ഗൂർഖയായി വരുന്ന മോഹൻലാൽ ചിരിയോടൊപ്പം സഹതാവും നമ്മളിൽ ഉണ്ടാക്കിയ കഥാപാത്രമാണ്. വാനപ്രസ്ഥം എന്ന ചലച്ചിത്രം വന്നപ്പോഴാണ് മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭാധനനായ ഒരു നടന വൈഭവം നമ്മൾ തിരിച്ചറിഞ്ഞത്. കഥകളി നടനായിട്ടാണ് മോഹൻലാൽ അന്ന് അഭിനയിച്ചത്. അന്ന് അദ്ദേഹത്തിന് ഈ കഥകളിയെക്കുറിച്ച് പരിശീലനം കൊടുത്തത് കലാമണ്ഡലം ഗോപിയാശാനാണ്. അപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ കണ്ണ് കൊണ്ടുള്ള ചില കാര്യങ്ങൾ, കഥകളിയിലെ കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ വന്ന് അതുപോലെ തന്നെ കാണിച്ചപ്പോൾ ഗോപിയാശാന് അദ്ദേഹത്തെ ചെന്ന് കണ്ട് പെട്ടെന്ന് കാലിൽ തൊട്ട് തൊഴുതപ്പോഴേ മോഹൻലാൽ പറഞ്ഞു, ആശാൻ എന്തായി കാണിച്ചത്? ആശാൻ അതുല്യനായ പ്രതിഭാധനനായ കഥകളി നടനാണ്, ഞാൻ വെറും ഒരു ചലച്ചിത്ര താരമാണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗോപിയാശൻ പറഞ്ഞു, ഈ കണ്ണ് സാധകം ദീർഘമായ പരിശീലനത്തോടെ ഞങ്ങളൊക്കെ നേടിയെടുത്തതാണ്. കുഞ്ഞെ, നീയെ ഞാൻ കാണിച്ചെന്ന് അതുപോലെ കാണിച്ചു എന്ന് പറഞ്ഞ മോഹൻലാൽ പറഞ്ഞു, ഞാൻ അങ്ങ് കാണിച്ചത് റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ പരിജ്ഞാനമുണ്ട്, പഠിച്ചതാണ്, അനുഭവ സമ്പത്തിലൂടെ കാര്യങ്ങൾ അറിഞ്ഞ ഒരാളാണ്. ഞാനും അങ്ങും തമ്മിൽ അത്തരത്തിലെ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ ആ ചലച്ചിത്രം കണ്ട ആളുകൾക്ക്, വാനപ്രസ്ഥം കണ്ട ആളുകൾക്ക് ഒരിക്കലും മോഹൻലാലെ മറക്കാൻ
കഴിയില്ല. അതേസമയം അതിൽ നിന്ന് വാനപ്രസ്ഥത്തിൽ നിന്ന് കന്മതത്തിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തനായ ഒരാളാണ്. കന്മതത്തിൽ നിന്ന് തന്മാത്രയിലേക്ക് പോകുമ്പോഴാട്ട് ഓർമ്മക്കുറവ് ബാധിച്ച് IAS ആകാൻ ആഗ്രഹിച്ച് മകനെ IAS ഒരു സ്നേഹനിധിയായ അച്ഛൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിത്രം എന്ന ചിത്രം ആദ്യം തൊട്ട് നമ്മളെ ചിരിപ്പിക്കുമെങ്കിലും അവസാനം നമ്മുടെ കണ്ണ് നനയിച്ചുകൊണ്ടാണ് ആ ചിത്രം അവസാനിക്കുന്നത്. മോഹൻലാലും സത്യൻ അന്തിക്കാടുമായുള്ള കൂട്ടുകെട്ട്, മോഹൻലാലും പ്രിയദർശനുമായുള്ള കൂട്ടുകെട്ട്, ഏത് കൂട്ടുകെട്ടിൽ വന്നാലും ശരി മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭാധനനായ നടൻ്റെ കഴിവ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധായകർക്കൊക്കെ അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് മോഹൻലാലിൻ്റെ ചലച്ചിത്ര രംഗത്തെ നേട്ടങ്ങളുടെ ഒരു കഥയാണ്. മോഹൻലാൽ പലപ്പോഴും വിമർശന വിധേയനായിട്ടുള്ളത് നരേന്ദ്രമോദിയുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ പേരിലാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ മോഹൻ എന്നാണ് വിളിക്കുന്നത് എന്ന് BJPയിലെ ചില ഉന്നത നേതാക്കന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വളരെ വ്യക്തിപരമായ അടുപ്പം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുമായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടയാളാണ് മോഹൻലാൽ. പക്ഷേ മോഹൻലാലിൻ്റെ ജീവിതം നോക്കിയാൽ, ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിനെ ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് പോകും. 2001 മോഹൻലാലിന് പത്മശ്രീ കിട്ടുമ്പോൾ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് വാജ്പേയി സർക്കാരാണ്. അവരാണ് പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചത്. 2009 ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലായിട്ട് മോഹൻലാലിനെ നിയോഗിച്ചത് UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലാ സർക്കാരുമായിട്ടും യോജിച്ച് കഴിഞ്ഞു പോയ ഒരു നടൻ എന്നതിനപ്പുറം തൻ്റെ രാഷ്ട്രീയത്തെ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ മോഹൻലാൽ അറിഞ്ഞോ അറിയാതെയോ ചില വിവാദങ്ങളിൽ ചെന്നുപെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവസാനമെത്തിയ വിവാദം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എമ്പുരാൻ സിനിമയിലെ പ്രിവ്യൂ മുഴുവനായി കണ്ട് പുറത്തിറങ്ങിയ മോഹൻലാൽ ആ സിനിമയിലുണ്ടായ ചില സീനുകൾ, അതിലെ കഥാപാത്രങ്ങൾക്കുള്ള പേരുകൾ, അതൊക്കെ ഒട്ടേറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് എന്ന ആരോപണമുണ്ടായിരുന്നു. അതേസമയം തന്നെ എമ്പുരാനെ ഒരു സിനിമയായി മാത്രം കണ്ടാൽ മതി, അതിനപ്പുറത്ത് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ടായി. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എമ്പുരാനിലെ മോഹൻലാൽ അഭിനയം കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ആ സിനിമ പുറത്തു വന്നതോടുകൂടി ലാലേട്ടൻ എന്ന് വിളിച്ചിരുന്ന മോഹൻലാലിൻ്റെ ആരാധകരിൽ വലിയൊരു പങ്ക് മോഹൻലാലിന് എതിരായിട്ട് തിരിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ കാലാപ്പാനി അടക്കമുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ദേശസ്നേഹിയായ, രാജ്യസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ റോൾ എന്തായാലും ശരി. ഒരിക്കലും ദേശത്തിൻ്റെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളെ ഒരു വില്ലൻ കഥാപാത്രമായി മോഹൻലാൽ അഭിനയിച്ചിട്ട് ഇല്ലാത്തത് കൊണ്ടാകാം എമ്പുരാൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായത്. മോഹൻലാലിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് സമൂഹം ആഗ്രഹിക്കുന്നത് എന്ന വസ്തുത ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, എമ്പുരാൻ എന്ന ചലച്ചിത്രം ഉണ്ടാക്കിയ വിവാദം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ആവശ്യ വിവാദമായാലും ശരി, അനാവശ്യ വിവാദമായാലും ശരി, അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ആ ചടങ്ങിലേക്ക്, അയോധ്യയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അമിതാഭ് ബച്ചൻ അടക്കം പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ, സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള കായിക താരങ്ങൾ, അങ്ങനെ ഇന്ത്യയിലെ പ്രഗത്ഭമതികളായ എല്ലാവർക്കും ക്ഷണം കിട്ടി. മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് ക്ഷണം കിട്ടിയ ഏക വ്യക്തി മോഹൻലാലായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. കാരണം എന്തുമാകട്ടെ, അദ്ദേഹം വിദേശത്തായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. വിദേശത്തായിരുന്നു എങ്കിലും ഇവിടെ വന്ന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകാൻ കാര്യമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. എന്തായാലും ശരി, ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ താൻ പങ്കെടുക്കണ്ട എന്ന് മോഹൻലാൽ തീരുമാനിച്ചതിൻ്റെ കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭീരുത്വമാണ് എന്ന് ചിലർ പറയുന്നു. അതല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യമാണ് എന്ന് മറ്റു ചില ആളുകൾ പറയുന്നു. പക്ഷേ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ കിട്ടിയ ക്ഷണം അദ്ദേഹം നിരസിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അത് പങ്കെടുക്കാതിരുന്നതുകൊണ്ട്, നിരസിച്ചില്ല, അതിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം അദ്ദേഹത്തിനുണ്ടായി എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ശരി, അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നരസിംഹത്തിൻ്റെയൊക്കെ റോളിൽ ഗംഭീരമായി തിളങ്ങി നിന്ന മോഹൻലാൽ
മഹാഭാരതത്തിലെ ഉത്തരനെ പോലെ ഒളിച്ചോടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരിലെ പലർക്കും അത് നിരാശയാണ് ഉണ്ടാക്കിയത്. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രം ആസ്വദിക്കുന്ന പ്രേക്ഷകരുണ്ട്, ചലച്ചിത്രത്തിലെ നടന്മാരെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട്. ചലച്ചിത്രം ആസ്വദിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എവിടെ പോയില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമേ അല്ല. മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രത്തെ മാത്രമാണ് അവർ നോക്കുന്നത്. പക്ഷേ മോഹൻലാലിനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും പ്രശ്നമാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് മലയാള ചലച്ചിത്രമായാലും ശരി, തമിഴ് ചലച്ചിത്രമായാലും ശരി, അവർക്ക് രണ്ട് തരത്തിലുള്ള ആസ്വാദകരുണ്ട്. ഒന്ന് അവരുടെ ആരാധകരായ ആസ്വാദകർ, മറ്റൊരു ചലച്ചിത്രം ആസ്വദിക്കുന്ന ആളുകൾ. അവരാ കഥാപാത്രത്തെ മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ, അതിനപ്പുറം വേറൊന്നുമില്ല. വളരെ അടുത്ത സമയത്തായിട്ട് കേരളത്തിലേക്ക് വന്നതാണ് ഫാൻസ് അസോസിയേഷൻ. അദ്ദേഹത്തിൻ്റെ ആരാധകരെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ആസ്വദിക്കുന്നത് മാത്രമായ പ്രേക്ഷകരെയും ചേർത്ത് കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതായിരിക്കും മോഹൻലാൽ നേരിടാൻ പോകുന്ന വലിയ ഒരു വെല്ലുവിളി എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മോഹൻലാലിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം, മോഹൻലാലിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം, സിനിമാ സെറ്റിലെ അദ്ദേഹത്തിൻ്റെ സൗഹൃദം. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ്, എല്ലാവരുടെയും തോളിക്കൈയിടുന്ന ആളാണ്. അവരിൽ ഒരാളായിട്ട്, സെറ്റിലെത്തിയാൽ അവരിൽ ഒരാളായിട്ട് മാറാൻ അനിതര സാധാരണമായി സിദ്ധിവിശേഷമുള്ളൊരു മഹാനടനാണ്. ഇവിടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് വലിച്ചടിച്ച് മോഹൻലാലിനെ വേദനിപ്പിച്ച ഒരു പഴയ സംഭവത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വനാഥൻ നായർക്കും ശാന്തകുമാരി അമ്മയ്ക്കും 2 മക്കളാണ്. മൂത്ത മകൻ പ്യാരേലാലും ഇളയ മകൻ മോഹൻലാലുമാണ്. പ്യാരേലാൽ കണ്ടാൽ നല്ല സുന്ദരനാണ്, മോഹൻലാലിനേക്കാൾ സുന്ദരനാണ് യഥാർത്ഥത്തിൽ പ്യാരേലാൽ. അപ്പോൾ പ്യാരേലാലിൻ്റെ മരണം വളരെ ആകസ്മികമായി പ്യാരേലാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ സുകുമാർ അഴീക്കോട് ഒരു വിവാദമായ പ്രസ്താവന നടത്തി. മോഹൻലാൽ പ്യാരേലാലിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി, ദുഃഖം തോന്നി മരിച്ചതാണ് എന്നുള്ള ഏതോ ഒരു ലൈനിൽ, ഞാൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നില്ല, എന്തായാലും ശരി, പ്യാരേലാലിൻ്റെ സ്വത്ത് മോഹൻലാൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നതായിരുന്നു സുകുമാർ അഴീക്കോടിൻ്റെ ഒരു വിമർശനം. അന്ന് സാഹിത്യരംഗത്തും ചലച്ചിത്ര രംഗത്തും ഒട്ടേറെ വിവാദമുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ്. സുകുമാർ അഴീക്കോട് ശരിക്കും കഥയറിയാതെ കഥകളി കാണുകയായിരുന്നു. മോഹൻലാൽ ഈ പ്യാരേലാലിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കേണ്ട കാര്യമില്ല. കാരണം 2 പേർക്കും നല്ല സ്വത്തുക്കൾ വിശ്വനാഥൻ നായർ സാറ് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു, പാരമ്പര്യമായി അവർ സ്വത്തുക്കളുള്ള ആളുകളുമാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. 2, മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം പ്യാരേലാലിൻ്റെ എല്ലാ വീഴ്ചകളിലും അദ്ദേഹത്തെ താങ്ങി നിർത്തി സ്വന്തം സഹോദരനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്ന് മാത്രമാണ്. പക്ഷേ സുകുമാർ അഴീക്കോട് നിർഭാഗ്യവശാൽ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ആരും പ്രകോപിതരാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. ഒരു നിരപരാധിയെ ക്രൂശിക്കുകയാണ് സുകുമാർ അഴീക്കോട് ചെയ്തത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴേ മോഹൻലാൽ പറഞ്ഞത്, എൻ്റെ സിസ്റ്റത്തിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കേണ്ട, എനിക്കറിയില്ല അദ്ദേഹത്തെ. എത്ര മനോഹരമായൊരു മറുപടിയാണ്. ശരിക്കും സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന സാഹിത്യ നിരൂപകനെ അസ്തപ്രജ്ഞനാക്കിയ ഒരു മറുപടിയാണ് മോഹൻലാൽ പറഞ്ഞത്. ഈ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന നല്ല സാഹിത്യ വിമർശകനാണ് എങ്കിലും അദ്ദേഹത്തിനൊരു വല്ലാത്ത അസഹിഷ്ണുത എന്നും ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ഒരാളാണ്. കാരണം മലയാളത്തിലെ മഹാനടനായി മോഹൻലാൽ ഉയർന്നു വന്നപ്പോൾ മോഹൻലാലിനോട് തോന്നിയ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അസൂയയോ ഒക്കെയാണ് അഴീക്കോടിനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അപ്പോൾ വളരെ നന്നായി സുകുമാർ അഴീക്കോട് തിളങ്ങി നിന്ന് ആരെയും വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മോഹൻലാലിനെതിരെ ഈ വിമർശനം നടത്തിയത്. ഒറ്റ വാചകം കൊണ്ട് മോഹൻലാൽ അഴീക്കോടിനെ അസ്തപ്രജ്ഞനാക്കി. ഞാൻ അദ്ദേഹത്തെ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഒരാളാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അതോടുകൂടി ഒരു മറുപടിയും പറയേണ്ട സുകുമാർ അഴീക്കോട് അസ്തപ്രജ്ഞനായി എന്നതാണ് വാസ്തവം. മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത, വ്യക്തിപരമായി പറഞ്ഞാൽ മോഹൻലാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നന്ദകുമാറിൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ മോഹൻലാലിനെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ കാണാനോ പരിചയപ്പെടാനോ പോയിട്ടില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിശ്വനാഥൻ നായർ സാറ് രോഗബാധിതനായിട്ട് SUT ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാനും എൻ്റെ മൂത്ത സഹോദരനും കൂടെ പോയി അദ്ദേഹത്തെ കാണാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഭാര്യ ശ്രീമതി സുചിത്ര അവിടെയുണ്ട്, മോഹൻലാലിൻ്റെ അമ്മയെ കൂടാതെ തന്നെ. അപ്പോൾ വളരെ സ്നേഹമുള്ള ഒരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുചിത്ര ബാലാജി എന്ന് പറയുന്ന പ്രമുഖ നടൻ്റെയും സിനിമാ നിർമ്മാതാവിൻ്റെയും മകളാണ്. അപ്പോൾ ഈ വിശ്വനാഥൻ നായർ സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്,
ഞാൻ വിശ്വനാഥ് നായർ സാറിനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വളരെ സ്നേഹമസൃണമായി തന്നെയാണ് അദ്ദേഹം, വാത്സല്യത്തോടുകൂടിയാണ് അദ്ദേഹം എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശ്വനാഥ് നായർ സാറിൻ്റെ സ്വാധീനം, അന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുണ്ടായിരുന്നൊരു റെപ്യൂട്ടേഷൻ, സെക്രട്ടറിയിലെ വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വിശ്വനാഥ് നായർ സാർ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. ഇവിടെ മോഹൻലാലിനെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾക്കും ചലച്ചിത്രത്തിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു ഹീറോയായി കാണുന്ന ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ അടുത്ത് നിന്ന് കണ്ടാലും അകലെ നിന്ന് കണ്ടാലും ഒരുപോലെ മനുഷ്യരെ ആകർഷിക്കാൻ കഴിയുന്ന അനിതര സാധാരണമായ വ്യക്തിത്വമുള്ള ഒരു നടനാണ് മോഹൻലാൽ. അതുപോലെ തന്നെ വ്യക്തിപരമായ സൗഹൃദത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരിക്കൽ വളരെ അടുത്ത സമയത്ത്, എൻ്റെ മൂത്ത സഹോദരൻ മരിച്ചുപോയി, വളരെ അടുത്ത സമയത്ത് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, അദ്ദേഹം ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. അത് മോഹൻലാലിനെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മോഹൻലാലിനെ വിളിച്ചൊന്ന് പരിചയപ്പെടുത്തണം എന്ന് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ അപ്പം തന്നെ മോഹൻലാലിനെ വിളിച്ചു. പക്ഷേ എടുത്തത് ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി പെരുമ്പാവൂരിനെ അറിയാം. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു, സാറേ, അത് ലാലേട്ടനൊരു ഷൂട്ടിങ്ങിൽ നിൽക്കുകയാണ്, ഒരു 10 മിനിറ്റ് കഴിയുമെന്ന് തോന്നുന്നു, വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ടടുത്തുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്ന കാര്യമല്ല, മോഹൻലാലിനെ ലൈനിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ വെറുപ്പിക്കേണ്ടതെന്ന് വെച്ചായിരിക്കും ഒരു പക്ഷേ ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെ പറഞ്ഞത്, വിളിക്കാൻ സാധ്യതയില്ല, തിരക്കുള്ള ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരക്കഥയുമായി വന്ന എൻ്റെ സുഹൃത്ത് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴേ മൂത്ത സഹോദരൻ വളരെ ആത്മവിശ്വാസത്തോട് പറഞ്ഞു, ലാലിനെ എനിക്കറിയാം, ലാൽ വിളിക്കും, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഇരുന്നു. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു സുഹൃത്ത് ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് സമയം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിട്ടു, ഒരു കുഴപ്പമില്ല, ആൾ വരുന്നൊരു സമയം നോക്കിയിട്ട് ഞാനൊരു സമയം പറയാം, ആ സമയം തൊട്ട് എപ്പോഴാണ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ഏത് ഹോട്ടലിലാണെന്ന് അന്നേരം പറയാം, അവിടെ വന്ന് വായിച്ച് കേൾപ്പിക്കാം, ഒരു കുഴപ്പമില്ല, പിന്നെന്താണ്. വളരെ സൗഹൃദത്തോടാണ് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ സ്വഭാവ പ്രത്യേകതകളുടെ കാര്യമാണ്. മോഹൻലാൽ തിരക്കഥ കേൾക്കില്ല, ആളുകളെ അകറ്റി നിർത്തുന്ന ആളാണ്. മോഹൻലാലിനെ ആളുകളിൽ നിന്നും ബന്ധപ്പെടുത്താതെ നിർത്തുന്ന ഒരാളാണ് ആൻ്റണി പെരുമ്പാവൂർ എന്നൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ മോഹൻലാൽ വളരെ സൗമ്യനായ ഒരു നടനാണ്. പണത്തിലും പ്രശസ്തിയിലും അഹങ്കരിക്കുന്ന ഒരാളല്ല. അതുപോലെ തന്നെ വ്യക്തിപരമായ സൗഹൃദം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മമ്മൂട്ടിക്ക് വേണ്ടി അദ്ദേഹം മല ചവിട്ടി ശബരിമലയിൽ ചെന്ന് പ്രാർത്ഥിച്ചതും വഴിപാട് നടത്തിയതും. അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യത്യസ്തനായ ഒരു സുഹൃത്തിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ, ഒരു മകനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അച്ഛനോടും അമ്മയോടുമുള്ള എല്ലാ കടമകളും, അമ്മയോടുള്ള കടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അച്ഛനോടുള്ള കടമകൾ ചെയ്യുന്ന ആളാണ്. സുഹൃത്തുക്കളോടെ ഒരിക്കലും ഈ ടേംസ് ഓഫ് ക്യാഷിലല്ല അദ്ദേഹത്തിൻ്റെ ബന്ധം. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നടന വൈഭവം കൊണ്ട് ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് മോഹൻലാലിൻ്റേത്. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഈ ജന്മദിനത്തിന് ജനഭൂമിക്ക് വേണ്ടി ഞങ്ങളെല്ലാ ആശംസകളും പ്രതിഭാധനനായ മോഹൻലാലിന് അർപ്പിക്കുകയാണ്. ദീർഘകാലം അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തെ സമ്പന്നമാക്കിക്കൊണ്ട് താരാതിമുഖമായ ഈ മലയാള ചലച്ചിത്ര മേഖലയിൽ വീണ്ടും വീണ്ടും നന്നായി പ്രകാശിച്ചുകൊണ്ട് നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.